പ്രശസ്ത പിന്നണി ഗായിക ആശാ ഭോസ്ലേക്ക് രാജ്യം ഇന്ന് വിട നൽകും. വൈകിട്ട് മുംബൈയിലെ ശിവാജി പാർക്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. ഗാനങ്ങളുടെ വിശാല ലോകം സമ്മാനിച്ച് ആശാ ഭോസ്ലെ ലോകത്തുനിന്ന് വിട പറയുകയാണ്. ഔദ്യോഗിക ബഹുമതികളോടെയാണ് യാത്രയയപ്പ്. നിരവധി പ്രമുഖർ ഇന്നലെ ആശാ ഭോസ്ലെയുടെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖരും അനുശോചനം അറിയിച്ചു. ഞായറാഴ്ച ഉച്ചയോടെ മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിലായിരുന്നു ആശാ ഭോസ്ലെയുടെ അന്ത്യം. ഹൃദയാഘാതവും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളോടെ ശനിയാഴ്ചയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശാ ഭോസ്ലെയുടെ മരണത്തോടെ ഇന്ത്യൻ സിനിമാ ഗാനരംഗത്തെ ഒരു യുഗത്തിന് അന്ത്യമായി. 800-ലധികം ഗാനങ്ങളായി 10,000-ലധികം ഗാനങ്ങൾ പാടി. ക്ലാസിക്കൽ, കാബറെ, പോപ്പ്, ഗസലുകൾ എന്നിവയിലൂടെ അനായാസമായി പാടാൻ കഴിഞ്ഞു. 2 ദേശീയ പുരസ്കാരങ്ങൾ, ഫിലിംഫെയർ അവാർഡുകൾ, മഹാരാഷ്ട്ര സർക്കാരിന്റെ പുരസ്കാരങ്ങൾ തുടങ്ങി നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 2000-ൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചു. ബംഗാളിലെ പരമോന്നത ബഹുമതിയായ ബംഗാഭിഭൂഷണും ആശയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ലതാ മങ്കേഷ്കർ ഗാനരംഗത്ത് സജീവമാകുന്ന കാലത്ത് അധികം ആരും ശ്രദ്ധിക്കാത്ത ഗായികയായിരുന്നു ആശ. മീനാകുമാരിയുടെയും മധുബാലയുടെയും മുതൽ ആധുനിക കാലത്തെ കജോളിന്റെയും ഊർമിളയുടെയും വരെ ശബ്ദമായി ആശ മാറി. 10-ാം വയസ്സിൽ സംഗീത ലോകത്തേക്ക് കടന്ന ആശാ ഭോസ്ലെ ക്രിക്കറ്റ് ആരാധിക കൂടിയായിരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.